പ്രവാസികളായ ആളുകളുടെ കഷ്ടപ്പാടും അധ്വാനവുമാണ് നമ്മുടെ നാടിൻ്റെ പട്ടിണിയെ മാറ്റിയതും നമ്മുടെ നാടിനെ നട്ടെല്ലോടുകൂടി എഴുന്നേൽപ്പിച്ച് നമ്മളെല്ലാം നിർത്തിയതും നമ്മളുടെ തലകളെ ഉയർത്തിയതും നമ്മൾ ഇന്ന് ഇടുന്ന ഈ പളവള മിന്നുന്ന ഉടുപ്പുകളും നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ടൈൽസും നമ്മൾ ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന തലയുമൊക്കെ അനേകരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണെന്നും ആ കുടുംബങ്ങളോട് ഇത്രമാത്രം സ്നേഹം ആ കഷ്ടപ്പെടുന്നവരോടുണ്ട് എന്നതിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഇത്ര ശക്തിയേറിയതാണെന്നുള്ളതിൽ ക്രിസ്തുവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് ആയിരം സ്തോത്രം പറയുകയാണ്. പലപ്പോഴും ഗൾഫിൻ്റെ പല പ്രദേശത്ത് ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പം എനിക്ക് പലരോടും ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്, നിങ്ങൾ ഈ കടമൊക്കെ വാങ്ങി അല്ലെ ഓരോ മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ മീതി പിടിച്ച് വെച്ച് 2 സോപ്പ് വാങ്ങിച്ചു വെക്കും, അടുത്ത മാസത്തെ ശമ്പളം കിട്ടുമ്പം ഒരു പൗഡർ വാങ്ങിച്ചു വെക്കും, പിന്നെ മക്കളുടെ കൊതി മാറാൻ ഇഷ്ടം പോലെ മുട്ടായി വാങ്ങി വെക്കും. വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് വിളിച്ച് ചോദിക്കും, വലിയൊരു ലിസ്റ്റ് തന്നെ കൊടുക്കും. അടുത്തുള്ളവരോടൊക്കെ കടം വാങ്ങിച്ച് ഇത് വാങ്ങിച്ച് വെക്കുകയും നാട്ടിലേക്കൊരു രാജാവിനെ ഒരു ഷെയ്ക്കിനെ പോലെയും വരുമ്പോൾ ആരും ഒരുപക്ഷെ അവരുടെ കയ്യിലെ തഴമ്പിനെക്കുറിച്ച് നോക്കാറില്ല. എനിക്ക് പലരോടും ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്, നിങ്ങൾ ഈ കടം വാങ്ങി നാട്ടിലേക്ക് വരുന്ന സ്ഥാനത്ത് വല്ലപ്പോഴും കടം വാങ്ങി നാട്ടിലുള്ള ഭാര്യയും പിള്ളവരെയും നിങ്ങൾക്ക് ഗൾഫിലേക്ക് കൊണ്ടുവന്നുകൂടെയെന്ന്. ശരിയാണ്, നാട്ടിലെ ഭാര്യമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഗൾഫിലൊക്കെ ഒന്ന് ശരിക്കും ഗൾഫ് കാണാനോ ഗൾഫിൻ്റെ പ്രൗഢി കാണാനോ അല്ല, അതിന് ഗൂഗിളിലൊന്ന് അടിച്ചു കൊടുത്താൽ മതി ദുബായ് അബുദാബിയൊക്കെ കാണാൻ. മറിച്ച് ഞങ്ങൾക്ക് വേണ്ടി രക്തം വിയർപ്പാക്കുന്ന ഈ അപ്പൻ്റെ അല്ലെങ്കിൽ ഈ അമ്മയുടെ കഷ്ടപ്പാടൊന്ന് കാണാൻ, അവർ കഴിക്കുന്ന ഉണക്ക കുബൂസിൻ്റെയും അവർ കിടക്കുന്ന ആ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ, കടം വാങ്ങിയാണെങ്കിലും ആയുസ്സിൽ ഒരിക്കലെങ്കിലും തൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും ഈ നാട്ടിലേക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. ഷെയ്ഖിനെ പോലെ രാജാവിനെ പോലെയൊക്കെ അപ്പന്മാരിങ്ങനെ ട്രോളി ഇങ്ങനെ നമ്മൾ എയർപോർട്ടിൽ കാണാം, പെട്ടി വരുന്നതും നോക്കി നിൽക്കുകയാണ്. പല അമ്മമാരും നഴ്സുമാരും താൻ കൊണ്ടുവരുന്ന പെട്ടി നോക്കി. കഴിഞ്ഞ ദിവസം ഹാർട്ട് ടച്ചിങ് ആയ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരപ്പൻ ഗൾഫിൽ നിന്ന് വരികയാണ്, 3 മക്കളിൽ ഏറ്റവും കൊച്ചു കുഞ്ഞ് ഓടിച്ചെന്ന് ഈ അപ്പൻ്റെ ദേഹത്തേക്ക് കയറുകയാണ്. അതാണ് ശരിക്കും വീഡിയോ എടുത്ത ആൾ കാണിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ എന്നെ ആകർഷിച്ചത് മറ്റ് 2 കുഞ്ഞുങ്ങളെയാണ്. അതിന് തൊട്ടുമൂത്ത മോൾ ഓടി വരുന്നത് കാണുമ്പോൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അപ്പൻ ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട്. പക്ഷെ ആ കുഞ്ഞ് ഓടിച്ചെന്നു. എന്തിനാണെന്നറിയാമോ? ഈ പൊടിക്കുഞ്ഞ് ഓടി വരുന്നത് കാണുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന ട്രോളി ബാഗ് എറിഞ്ഞിട്ടാണ് ഈ അപ്പൻ ഓടി വന്ന് അതിനെ എടുത്തത്. ഈ 2ാമത്തെ കുഞ്ഞിനെ പിടിക്കാൻ കൈ നിവർത്തിയെങ്കിലും ഈ കുഞ്ഞ് ഓടിച്ചെന്ന് ആ ട്രോളി ബാഗ് ഓടിച്ചെന്ന് പിടിച്ചു. മൂത്ത കുഞ്ഞ് വന്നപ്പോഴും അപ്പൻ ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രോളി ഉന്തിക്കൊണ്ടുവരാൻ ഇളയ കുഞ്ഞിന് പറ്റാത്തത് കൊണ്ട് മൂത്ത കുഞ്ഞ് ഓടിച്ചെന്ന് ഈ ട്രോളിയെ നേരെയാക്കി. ഞാൻ വീണ്ടും 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 ഇത് കണ്ടു. ചിലപ്പോൾ ഒരുപക്ഷെ ആകർഷിക്കേണ്ടത് ആ ഇളയ കുട്ടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച അപ്പനെയാണ്. പക്ഷെ എന്നെ ആകർഷിച്ചത് അതല്ല. അറിവാവും തോറും അപ്പനേക്കാൾ കൂടുതൽ അപ്പൻ കൊണ്ടുവരുന്ന ഈ ട്രോളി തെറ്റിപ്പോവാതെ ദിശ തെറ്റാതെ വീട്ടിലേക്ക് എങ്ങനെ അടുപ്പിക്കാം, അറിവാവും തോറും അപ്പനേക്കാൾ കൂടുതൽ ട്രോളിയോടാണല്ലോ സ്നേഹം എന്ന് എൻ്റെ ദോഷൈക ദൃക്ക് കൊണ്ടായിരിക്കാം, എൻ്റെ ചിന്തയുടെ ദോഷം കൊണ്ടായിരിക്കാം ഞാൻ ശ്രദ്ധിച്ചത് മൂത്ത 2 കുഞ്ഞുങ്ങളുടെ ഓട്ടമാണ്. പലപ്പോഴും പ്രിയമുള്ളവരെ, അവരെ നന്നായി മനസ്സിലാക്കുന്ന കുടുംബങ്ങളുണ്ട്, അവരെ നന്നായി സ്നേഹിക്കുന്ന കുടുംബങ്ങളുമുണ്ട്. അതിൽ ചിലത് മാത്രമാണ് വെറുതെ ആയി പോയല്ലോ എന്ന് അവരയച്ചു കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും കൂട്ടിവെച്ചും ശേഖരിച്ച് വെച്ചും വീട്ടിൽ അവർ വരുമ്പോഴേക്കും സകലതും സ്വരൂപിച്ചു വെക്കുന്ന നല്ല അമ്മമാരും നമ്മുടെ ഈ കൂടെയുണ്ട്. ഈ അപ്പൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ച് മക്കളെ പറഞ്ഞു കൊടുക്കുന്നവരും അപ്പൻ്റെ കഷ്ടപ്പാടും വേദനയെക്കുറിച്ചും കാട്ടിക്കൊടുക്കുന്നവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മുന്നമേ തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഗൾഫിലെ പള്ളികളിൽ ഇതുപോലെ നിറഞ്ഞാണ് ആൾക്കാരിയ്ക്കുന്നത്. പലപ്പോഴും നമ്മളെ അട്രാക്റ്റ് ചെയ്യും. ജോലിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ താൻ കിടക്കുന്നിടത്ത് പോയി കുളിച്ച് വൃത്തിയായി ഓടി വന്ന് തൻ്റെ ദേവാലയത്തെ ചേർത്ത് നിർത്തുന്ന, തൻ്റെ ദേവാലയത്തിൽ അഭയം കണ്ടെത്തുന്ന അനേക പ്രവാസികളെ നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരു പുഴവക്കിൽ വള്ളക്കാരൻ വള്ളം അടുപ്പിക്കുകയാണ്. കാരണം സന്ധ്യാസമയമായി, കാറ്റ് വീശുന്നുണ്ട്, ശക്തിയായി മഴയ്ക്കുള്ള സാധ്യതയുണ്ട്.
ഇനി വള്ളം ഇറക്കുന്നത് അത്ര പന്തിയല്ല എന്ന് ഈ വള്ളക്കാരന് തോന്നി. ആ സമയത്ത് ഒരാൾ ഓടി വരികയാണ്. അയാളുടെ കയ്യിലൊരു ഭാണ്ഡമൊക്കെ ഉണ്ട്. ആ സഞ്ചി പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്ക് അക്കരെ പോകണമായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇവിടുത്തുകാരനല്ലെന്ന് തോന്നുന്നു. അല്ല, പക്ഷെ എനിക്ക് അപ്പുറത്ത് പോകണം. ഈ തോണിക്കാരൻ അയാളോട് പറഞ്ഞു, കടത്തുകാരൻ പറഞ്ഞു, ഇല്ല, വള്ളം സന്ധ്യ വരെയേ ഉള്ളൂ, വള്ളം അപ്പുറത്തേക്ക് പോകുന്ന സമയം കഴിഞ്ഞു. ഇയാൾ വീണ്ടും പറയുക, ഇല്ല, എനിക്ക് അപ്പുറത്തേക്ക് പോകണം, എൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് അപ്പുറത്ത് എത്തിച്ചേ മതിയാവും. ഈ വള്ളക്കാരൻ അയാളോട് പറഞ്ഞു, സാധ്യമല്ല, നിങ്ങൾ കാണുന്നില്ലേ ആകാശം ഇരുണ്ടുകൂടിയിരിക്കുന്നു, കാറ്റും കോളുമുണ്ട്, വള്ളം ഇറക്കാൻ പറ്റില്ല. അപ്പം ഇയാൾ പറഞ്ഞു, ഇല്ല ചേട്ടാ, എന്നെ അപ്പുറത്ത് എത്തിച്ചേ മതിയാവും. ഇയാളുടെ നിർബന്ധത്തിന് വഴങ്ങി, ഇയാളുടെ സങ്കടം കണ്ട് ഈ വള്ളക്കാരൻ വള്ളത്തിൻ്റെ കെട്ടഴിച്ചു. ഈ വള്ളം തുഴഞ്ഞ് പകുതി എത്താറായപ്പോൾ ഈ വള്ളക്കാരന് മനസ്സിലായി കാറ്റിൻ്റെ ഗതി അത്ര പന്തിയല്ല. വള്ളക്കാരൻ ഇയാളോട് ചോദിച്ചു, നീന്താൻ അറിയാമോ? ഇയാൾ പറഞ്ഞു, ഇല്ല. വീണ്ടും വള്ളക്കാരൻ ചോദിച്ചു, ഇയാൾക്ക് നീന്താൻ അറിഞ്ഞുകൂടെ? ഇല്ല, എനിക്ക് നീന്താൻ അറിയില്ല. കാറ്റത്ര പന്തിയല്ലല്ലോ, എന്തു ചെയ്യും? അയാൾ പറഞ്ഞു, സാരമില്ല, പോകുന്നിടത്തോളം പോട്ടെ. അല്പനേരത്തിന് ശേഷം ഇടിവെട്ടി ശക്തമായി മഴ പെയ്തു. വള്ളം അയാളുടെ കയ്യിൽ നിന്നില്ല, വള്ളം മറിഞ്ഞുപോയി. വള്ളം മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ തുഴയുന്ന ഈ തോണിക്കാരൻ മുങ്ങിയിട്ട് നോക്കുകയാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ആളെവിടെയെന്ന്. കൂടെയുണ്ടായിരുന്ന ആളിനെ അവിടെയൊക്കെ നോക്കി, കണ്ടില്ല. ആഴത്തിൽ തനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഊളിയിട്ട് നോക്കി, പറ്റിയില്ല. വളരെ നിരാശയോടെ ഈ വള്ളക്കാരൻ അക്കരെ നീന്തി കയറുകയാണ്. അക്കരെ നീന്തി കയറിയപ്പോൾ തന്നെയും കാത്ത് തൻ്റെ തോണിയിൽ ഉണ്ടായിരുന്നയാൾ നനഞ്ഞു വിറച്ച് കയ്യിലിരിക്കുന്ന ഭാണ്ഡവും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. തോണിക്കാരൻ ആദ്യം സന്തോഷം തോന്നിയെങ്കിലും പിന്നെ ദേഷ്യം തോന്നി. ഇയാളോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? അത് ഞാനിവിടെ എത്തി. നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് നീന്താൻ അറിഞ്ഞുകൂടാന്ന്? അത് ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാ. ഈ നീന്താൻ അറിയാത്ത നിങ്ങൾ എങ്ങനെയാണ് പിന്നെ ഇവിടെ എത്തിയത്? അയാൾ മറുപടിയായി പറഞ്ഞു, എനിക്ക് ഇക്കരെ എത്തിയേ മതിയാവൂ, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ അവിടെ ഏൽപ്പിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, എങ്ങനെയൊക്കെയോ ഞാൻ ഈ കരയിലെത്തി. ഈ തോണിക്കാരൻ്റെ മുൻപിൽ ഇയാൾ പറയുകയാണ്, എനിക്ക് നീന്താൻ അറിയില്ലെങ്കിലും എനിക്ക് അക്കരെ പോയേ മതിയാവൂ, അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ നീന്തി ഇവിടെ എത്തി. പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ജീവിതം ആരംഭിക്കുമ്പോൾ നമുക്ക് നീന്താൻ അറിഞ്ഞുകൂടാ, നമുക്ക് തുഴയാൻ അറിഞ്ഞുകൂടാ. പലയിടത്തും കാറ്റും കോളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുമുണ്ട്, പലയിടത്തൊക്കെ നമ്മൾ സ്റ്റക്കാകാറുമുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ എന്തൊക്കെയോ നമ്മെ ശക്തിയായി നീന്താൻ പ്രേരിപ്പിക്കുകയും നമ്മുടെ കയ്യിലുള്ള ഈ ഭാണ്ഡങ്ങൾ യഥാസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേ മതിയാവൂ എന്നൊരു ബോധം ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ തുഴയുന്ന വഞ്ചി പലപ്പോഴും ആടിയാലും, നമ്മൾ തുഴയുന്ന വഞ്ചി പലപ്പോഴും മുങ്ങിയാലും ലക്ഷ്യസ്ഥാനത്തിനു വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനുള്ള ഓട്ടത്തിലുള്ള ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം. വരാനുള്ള എവിടെയൊക്കെയോ എത്തിച്ചേരാനുള്ള ഓട്ടത്തിൻ്റെ ആദ്യ ഭാഗമാണ്. സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന സഞ്ചാരികളാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഭൗതിക ജീവിതം എന്നതുപോലെ തന്നെ ആത്മീയമായ ഒരു ജീവിതം എനിക്കുണ്ട് എങ്കിലും എൻ്റെ ദൈവം എനിക്കായി കാത്തിരിക്കുന്നു ഉണ്ട് എന്നുള്ള ആ നല്ല പ്രതീക്ഷയാണ് നമ്മളെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് എത്തിക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ നോമ്പും പ്രാർത്ഥനകളുമൊക്കെ. നോമ്പും ഉപവാസവുമൊക്കെ അതിൻ്റെ അങ്ങേ അറ്റ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പ് അതിൻ്റെ 25 ദിവസം കഴിഞ്ഞുള്ള അടുത്ത 25 ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. നോമ്പിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ചിലരൊക്കെ ഈ നോമ്പിൻ്റെ വണ്ടിയിൽ ആദ്യം കയറുന്നവരാ. ചിലർ ഈ 25 ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് രണ്ടാം ഭാഗത്ത് വണ്ടിയിൽ കയറിയിട്ടുള്ളവരും ഈ വണ്ടിയിലുണ്ട്. ഈ മൂന്നാം ഭാഗത്തിന് കയറാൻ 36 ഞായറാഴ്ച കഴിഞ്ഞ് കയറാൻ ഓശാനയ്ക്ക് ഒരാഴ്ച മുൻപ്. ഇനി ഓശാനയുടെ അന്ന് മുതൽ നോമ്പിനകത്ത് കയറാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. എന്നാൽ നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവായ സാത്താൻ്റെ നേരെയുള്ള തോക്കാത്ത ആയുധവുമാണ്. എന്തിനാണ് കൂടെ നോമ്പ് നോക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കും, പ്രാർത്ഥിച്ചാൽ പോരെ? നോമ്പ് നോക്കേണ്ട ആവശ്യമുണ്ടോ? നോമ്പിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലാറുണ്ട്, പ്രാർത്ഥനയാൽ നാം ദൈവത്തോട് നടന്നാണ് അടുക്കുന്നതെങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന 2 ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പറന്നു പോകുകയാണ് നമ്മൾ ചെയ്യുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്,
യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുമെന്ന്. ദൈവത്തെ കാത്തിരിക്കുന്ന നമ്മൾ അങ്ങനെ ഒരു രാജ്യമുണ്ടെന്നും ഈ രാജ്യത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഭാണ്ഡങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് ആ ഒരു രാജ്യത്തിലേക്ക് കടന്നു പോകും മുൻപേ നമ്മളെ തന്നെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് നോമ്പിനി കുരിശിൻ്റെ വഴിയിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുരിശുമായി നമുക്ക് വേണ്ടി ഗാഗുൽത്ത മലയിലേക്ക് കയറിയ, കാൽവരിയുടെ നെറുകയിലേക്ക് കയറിയ കർത്താവിനെ നോക്കി ലക്ഷ്യം തെറ്റാതെ യാത്ര ചെയ്യുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസ ജീവിതം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതിന് എങ്ങനെയാണ് ഞാൻ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 2-3 വാക്യം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 2-3 വാക്യം. ഈ സാന്ത്വനം വളരെ നല്ല പ്രസ്ഥാനമാണ്. ദൈവത്തിൻ്റെ വലിയൊരു ജനത്തിൻ്റെ കൂട്ടായ്മയാണ്. 2 യോഗം കഴിഞ്ഞു, ഇത് 3-ാമത്തേതാണ്. ശരിക്കും ഇന്ന് എന്തിനാ വന്നേ? ഇന്ന് ശരിക്കും ഇവിടെ എന്താ പരിപാടി? ഇന്നിവിടെ ഇപ്പം എന്താ നടക്കുന്നത്? സുവിശേഷം. എന്നിട്ട് ആരുടെയും കയ്യിൽ എന്തില്ല? കുറച്ച് പേരുടെയൊക്കെ കയ്യിലുണ്ട്. കുറച്ച് പേരിവിടെ നടക്കുന്നത് എന്താണെന്ന്. എന്താണ് കുഞ്ഞുങ്ങളുടെ ഒന്നും കയ്യിൽ? നിങ്ങൾക്കെല്ലാം സ്വന്തമായ മുറി വേണം, പറ്റുമെങ്കിൽ സ്വന്തമായ ഫോൺ വേണം, എല്ലാം സ്വന്തമായി വേണം. എന്തേ നമുക്ക് സ്വന്തമായി ഒരു വേദപുസ്തകമില്ല? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. 12-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ ഇരുപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ തന്നെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ വള്ളം തുഴയേണ്ടതെന്നുള്ള ചിന്തയിൽ കൂടി മുന്നോട്ട് പോകുന്ന നമ്മളോട് ഈ സന്ധ്യയിൽ കർത്താവ് പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്നോട് ചേർന്നൊന്ന് പറയാമോ? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരുപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ തന്നെ ധ്യാനിച്ചു കൊള്ളുവീൻ. ഇതാണ് ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്ന ഭാഗം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇഷ്ടമാണ്. കാരണം നമ്മളെല്ലാം യേശുവിനെ നോക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഓരോ കാര്യങ്ങളും എവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്? യേശുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, എൻ്റെ ഇന്ന കാര്യം വിസ തീരാറായി, പിന്നെ ടിക്കറ്റ് ഇനി എടുത്തെങ്കിലേ ഉള്ളൂ, പിന്നെ ഇന്ന ജോലിയുടെ വാലിഡിറ്റി തീരാറായി, പലതും എൻ്റെ കയ്യിലുള്ളത് തീരാറായി. നമ്മൾ യേശുവിനെ ഏൽപ്പിച്ചിരിക്കുക. തിരിച്ച് യേശുവിനെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ അവൻ ഓർത്തു. ആയതിന് അവൻ എന്തു ചെയ്തു? അപമാനത്തെ അലക്ഷ്യമാക്കി. ഈ ലോകം നൽകുന്ന അപമാനങ്ങളെ അലക്ഷ്യമാക്കി. എന്നിട്ടോ ക്രൂശിനെ സഹിച്ചു. ഇപ്പോൾ ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ നമ്മൾ നോക്കുന്നു. തിരിച്ച് യേശു തമ്പുരാൻ നമ്മളെ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ ഓർക്കുകയാണ്, നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഓരോ പൈസയും സ്വരുക്കൂട്ടി വെച്ച് നമ്മുടെ മക്കളെ പഠിക്കാനായിട്ട് ഓരോ സ്ഥലത്ത് പറഞ്ഞു വിടുകയാണ്. ഉദാഹരണം പറയുകയാണെ, നമ്മുടെ മക്കളെ ഇപ്പം ബാംഗ്ലൂരിലോ നമ്മുടെ മക്കളെ ഇപ്പം കാനഡയിലൊക്കെ പഠിക്കാൻ വിടുകയാണെന്ന് വിചാരിക്കുക. നമ്മളില്ലാത്ത കടമൊക്കെ വാങ്ങി ലോണൊക്കെ എടുത്താണ് പഠിക്കാൻ വിടുന്നത്. ഈ പഠിക്കാൻ വിട്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ കോളേജിൽ നിന്നൊരു ഫോൺ വരികയാണ്, ബാംഗ്ലൂരിലോട്ടൊന്ന് വരണം. നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ആ കുഞ്ഞിൻ്റെ കോളേജിൽ ചെന്നു. ഈ കോളേജിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ കുഞ്ഞ് ക്ലാസ്സിൽ കയറാറില്ല, സെമിസ്റ്റർ ഫീസ് അടയ്ക്കാറില്ല, നമ്മുടെ കുഞ്ഞ് പരീക്ഷ എഴുതിയിട്ടില്ല. ഇങ്ങനെ അറിയുമ്പോൾ കഷ്ടപ്പെടുന്ന ഒരപ്പന് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന അമ്മയ്ക്ക് എന്തായിരിക്കാം ഉള്ളിലുണ്ടാകുന്ന ചിന്ത? ഇതുപോലെ നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നമുക്ക് പേരിട്ട് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ട
നമ്മുടെ അപ്പനായ ദൈവത്തോട് ചേർന്ന് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് നടക്കാൻ യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടോ? നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയാൻ, നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ വാതോരാതെ സാക്ഷ്യം പറയും അല്ലേ? നമ്മുടെ കുഞ്ഞ് നല്ല കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞ് അങ്ങനെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മ മാത്രം പറയാനാണ് നമുക്കിഷ്ടം. ഇങ്ങനെ ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് നന്മ പറയാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും യഹോവയാം ദൈവം തൻ്റെ മകനായ ഇയ്യോബിനെ കുറിച്ച്, തൻ്റെ ഭക്തനായ ഇയ്യോബിനെ കുറിച്ച് ഒരേ സാക്ഷ്യം ആവർത്തിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യവും, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യവും, ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യവും ഒരേ വാക്യമാണ് പറയുന്നത്. എന്താണ് പറയുന്നതെന്നോ? എൻ്റെ ദാസനായ ഇയ്യോബോ നേരുള്ളവനും നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമാണ്. ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദാസനായ ഇന്നയാളോ നീതിമാനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആകുന്നു. ഇവിടെ രണ്ടാമത് നമ്മൾ കാണുന്നു 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ സ്വർഗത്തിൽ ഒരു സഭ കൂടി, സാത്താനും അവിടെ വന്നു നിന്നു. സാത്താൻ്റെ മുൻപിൽ ദൈവം സാക്ഷിക്കുകയാണ്, നോക്ക് എൻ്റെ ദാസനായ ഇയ്യോബ് നമ്മളെയും നോക്കി പറയും, എൻ്റെ ദാസനായ ഇന്നയാള് എന്തെല്ലാം പരീക്ഷണങ്ങൾ വന്നാലും അവൻ നോമ്പിൽ നിന്നോ പ്രാർത്ഥനയിൽ നിന്നോ മക്കളുടെ മുൻപിലുള്ള മാതൃകയിൽ നിന്ന് ജീവിതത്തിൽ നിന്നോ മാറി നിൽക്കുന്നവനല്ല, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവനാണ് എന്ന് പറയുമ്പോൾ ഇവിടെ സാത്താൻ ഇയ്യോബിനെ കുറിച്ച് ദൈവത്തോട് പറയുകയാണ്, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് നിന്നെ അവൻ തള്ളിപ്പറയാത്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റും വേലി കെട്ടി ദൈവം കരുതുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വേലി പലപ്പോഴും പൊളിഞ്ഞു പോകുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുമ്പോൾ നമ്മളിൽ വലിയ നിരാശ ഉണ്ടാകാറില്ലേ? വീണ്ടും ഇയ്യോബിന് കെട്ടിയ വേലി പൊളിക്കുവാൻ സാത്താനെ ഏൽപ്പിക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികൾ കർത്താവ് അറിയാതെ ഉണ്ടാകുന്ന അല്ല എന്നും കർത്താവ് അവിടെയും കരുതുന്നുണ്ട് എന്നും ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം ആകുമ്പോഴത്തേക്കും ഇയ്യോബിൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുകയാണ്. ഇയ്യോബിൻ്റെ കാളകളും ഇയ്യോബിൻ്റെ കഴുതകളും ഇയ്യോബിൻ്റെ ഭൂസ്വത്തുക്കളും ഇയ്യോബിൻ്റെ 10 മക്കളും ഇയ്യോബിൻ്റെ ഒട്ടകങ്ങളും. ഇയ്യോബ് സർവ്വസമ്പന്നനായിരുന്നു. ഈ സമ്പത്തെല്ലാം ശെബായരും കൽദേയരും ഉഷ്ണക്കാറ്റും തീയും ഒക്കെ ഇറങ്ങി വന്ന് ഇയ്യോബിനുള്ളതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നശിച്ചു കഴിഞ്ഞിട്ടും ഇയ്യോബ് ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തനാണെന്ന് കണ്ടു കഴിയുമ്പോൾ യഹോവയാം ദൈവം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വീണ്ടും സാക്ഷ്യം പറയുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബ് നേരുള്ളവനും നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമാണെന്ന്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയോ എൻ്റെ കുടുംബ ജീവിതത്തെയോ നോക്കുമ്പോൾ ഇങ്ങനെ പറയാൻ സാധിക്കാറുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. പലപ്പോഴും നമ്മളൊക്കെ ഭക്തന്മാരാണെങ്കിലും നമ്മുടെ ഭക്തി പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് എവിടെയാണ്? നമ്മളെ ആരെങ്കിലും അപമാനിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ മുൻപിൽ വെച്ചിരുന്ന ആ സന്തോഷത്തെ ഓർത്തു. നിത്യമായ സന്തോഷത്തെക്കുറിച്ചുള്ള ചിന്ത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? നിത്യമായ ആ സന്തോഷത്തെക്കുറിച്ച്, ദൈവത്തോടൊപ്പമുള്ള വാസത്തെക്കുറിച്ച്, അത് നേടിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള സന്തോഷം. സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമുണ്ടോ? ഓ ഇല്ലയോ? സ്വർഗത്തിൽ പോകണ്ടെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സ്വർഗത്തിൽ പോകണ്ട, നരകത്തിൽ മതി എന്നുള്ള ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരെങ്കിലും ഇല്ല. കാരണം എന്താ? നമുക്ക് എല്ലാവർക്കും എവിടെ പോകാനാണ് ഇഷ്ടം? എപ്പോഴാണ് സ്വർഗത്തിൽ പോകുന്നത്? നമ്മളെപ്പോഴാണ് സ്വർഗത്തിൽ പോകുന്നത്? മരിച്ചു കഴിയുമ്പം. മരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? അത് ഇത്രയും നേരം ശബ്ദമില്ലാത്തവരുടെ എല്ലാ ശബ്ദം, ഇത്രയും നേരം കൈകെട്ടിരുന്നവരുടെ എല്ലാ ശബ്ദം അല്ലേ? നമുക്കാർക്കും തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് കർത്താവ് അപമാനത്തെ അലക്ഷ്യമാക്കി. എന്നിട്ട് എന്തു ചെയ്തു? ജീവിതം അവന് കൊടുത്ത കുരിശിനെ സഹിക്കുകയും
ഇന്ന് ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ അപമാനങ്ങളെയും കുരിശുകളെയും ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് പിതാവിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, ഇങ്ങനെയുള്ള വിരോധം, പാപികളാൽ തനിക്കു നേരിട്ട വിരോധം സഹിച്ചവനെ ധ്യാനിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഇവയെ അതിജീവിച്ച ക്രിസ്തുവിനെ മാതൃകയാക്കാൻ ഈ ദിവസങ്ങളിൽ ഏറ്റവും ക്രിസ്തുവിനോട് അടുത്തിരിക്കേണ്ട ദിവസമാണ്. കാരണം ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? നോയമ്പ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ പരീക്ഷിച്ചവനായ സാത്താൻ ആഗൽ കറുസായുടെ വഞ്ചന എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിലും നമ്മുടെ ചുറ്റിലും ചുറ്റി സഞ്ചരിക്കും. കാരണം ദൈവത്തിൻ്റെ പുത്രനെ പോലും പരീക്ഷിച്ചവനാണ് ആര്? സാത്താൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിയിൽ 40 നാൾ അവൻ ഉപവസിച്ചതിന് ശേഷം അവന് വിശക്കുന്നവനായി കണ്ടപ്പോൾ സാത്താൻ അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. 40 ദിവസം നമ്മുടെ കർത്താവ് നോറ്റു. അവൻ ആഗൽ കറുസായെ ജയിച്ചു എന്നാണ് നമ്മൾ ആ ഒരു പ്രാർത്ഥനയിൽ പാടി പഠിക്കുന്നത്. എന്നിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ, അതെങ്കിലും പറ, കല്ലിനെ. അപ്പോൾ കർത്താവ് എന്തു മറുപടിയായി പറഞ്ഞു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടാണ്. രണ്ടാമത് വീണ്ടും സാത്താൻ പറയാ, നീ ദൈവപുത്രനല്ലേ, ഈ ദേവാലയത്തിൻ്റെ പൊക്കത്തിൽ നിന്ന് താഴേക്ക് ചാട്, കാരണം ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങുമല്ലോ. മൂന്നാമത് വീണ്ടും പറയാ, നീ ദൈവപുത്രനല്ലേ, നീ എന്നെ വീണ് നമസ്കരിക്കുക, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോൾ മറുപടിയായി കർത്താവ് പറയാണ്, നിന്റെ ദൈവത്തെ മാത്രമേ നീ കുമ്പിട്ട് നമസ്കരിക്കാവൂ, ആരാധിക്കാവൂ എന്ന്. ഇന്നും ഈ 3 പരീക്ഷണങ്ങൾ മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളൂ. ഇതിനപ്പുറത്ത് ഒരു പരീക്ഷണവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇന്നും ഈ 3 പരീക്ഷണങ്ങളാണ്. ഒന്ന്, അപ്പത്തിനു വേണ്ടിയുള്ള നമ്മുടെ അലച്ചിൽ. അപ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. എന്നാൽ വചനം കേൾക്കുന്നതല്ലാതെ വചനം അനുസരിക്കാനോ കുടുംബത്തിൽ പ്രാവർത്തികമാക്കാനോ നമുക്ക് സാധിക്കാറുണ്ടോ? വചനം കേട്ടു, എങ്ങനെ ഉണ്ടായിരുന്നു? ഓ സൂപ്പറായിരുന്നു. എന്തായിരുന്നു? എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയത്തില്ല, പക്ഷെ പറ, സൂപ്പറായിരുന്നു. എന്ത്? ദൈവത്തിൻ്റെ വചനം സൂപ്പറാ. കാരണം അത് എവിടെ നിന്ന് വന്നതാണ്? വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ട് എന്തായിരിക്കും അത്? സകലത്തെ സൃഷ്ടിച്ചവൻ എപ്പോഴും ആര് തന്നെയായിരിക്കും? ആരായിരിക്കും മക്കളെ? സൂപ്പറായിരിക്കും അല്ലേ? എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് ജീവിക്കുവാൻ, വചനം അനുസരിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ, വചനം പാലിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ. നീ നിന്നെ പോലെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? നമ്മളെ തന്നെയാ അല്ലേ? അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയാം, എൻ്റെ അച്ഛ പോട്ടച്ഛ അങ്ങ് വിട്ടുകളാം. ഇതേ കാര്യം അച്ഛൻ പറയും, അതുകൊണ്ട് നിന്നെക്കുറിച്ച് ഇതൊക്കെ പറയുന്നു, ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. അച്ഛൻ പറയും, പോട്ടെ എബ്രാമേ അങ്ങ് ക്ഷമിക്ക്. ഇല്ല അച്ഛാ, ഇത് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. കാരണം എന്താ? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? മനുഷ്യൻ അപ്പം കൊണ്ടല്ല, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാൻ നമ്മുടെ മക്കളുടെ മുൻപിൽ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് കർത്താവ് അതിജീവിച്ചതുപോലെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാമത്, നീ ദൈവപുത്രനല്ലേ, ഉയർത്തിന്ന് താഴേക്ക് ചാട്. നിന്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമല്ലേ, അവൻ എന്ത് ചെയ്തോളും? ഇന്നും നമുക്ക് ജീവിതത്തിൽ എന്തേ വേണ്ടതുള്ളൂ? ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം. എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുന്നത് എന്ത് കിട്ടാൻ വേണ്ടിയാ? A+ കിട്ടാൻ വേണ്ടിയാ അല്ലേ? എല്ലാ PTA മീറ്റിങ്ങിനും അമ്മമാരും ടീച്ചറെ എത്ര A+ കിട്ടും, അവനെ എങ്ങനെ പരീക്ഷ എഴുതിപ്പിക്കുമെന്ന് ഓർത്തായിരിക്കും ടീച്ചർ ഇരിക്കുന്നത്. ടീച്ചറിനോട് വന്ന് ചോദിക്കും, ടീച്ചറെ എത്ര A+? അപ്പോൾ ടീച്ചർ മനസ്സിൽ പറയും, ഒത്തിരി കിട്ടാൻ സാധ്യത. ഇതുപോലെ നമുക്ക് അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവത്തെയാണ് ഇഷ്ടം. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ പുസ്തകത്തിൻ്റെ പല താളുകളും പോലും മറിച്ചിട്ടില്ല. അവൻ എന്തു വേണം? A+ വേണം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെയാണ് നമുക്കിഷ്ടം. മൂന്നാമത് പറയാ, നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഞാൻ ഈ കാണുന്നതെല്ലാം. നമ്മളോടാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ നമ്മൾ 1 അല്ല 2 അല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്ത് ചെയ്യും? കാരണം എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റാത്തത്?
നമുക്ക് കാണുന്നതെല്ലാം വേണം. അതുകൊണ്ട് കൊതിയും മതിയും നമ്മുടേത് പലപ്പോഴും. അതുകൊണ്ട് അച്ചായ വരല്ലേ, ഈ വേക്ക് പോയിട്ട് ഇപ്രാവശ്യം കൂടെ ഒന്ന് പോകും. ഇപ്രാവശ്യം ഇല്ലടി എനിക്ക് വയ്യ, ഇല്ലല്ല ഇപ്രാവശ്യം കൂടെ ഒന്ന് പോയിട്ട് മോൻ്റെ പഠിത്തം കഴിയുമ്പോഴത്തേക്ക് മോള് 12ാം ക്ലാസ് കഴിയും. അച്ഛാ ഇപ്രാവശ്യം കൂടെ അച്ഛനൊന്ന് പോ, അല്ലേ? ഈ വീണ് നമസ്കരിച്ച് ഉള്ളതിനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എൻ്റെ ഈ ലോകത്തിൽ എന്തെങ്കിലും തടസ്സമാകാറുണ്ടോ? ഇവിടെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ക്രിസ്തു അനുഭവത്തിലെ 3 വഴികൾ. ഒന്നാമത്, അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. എന്ത് സാധിക്കണം? അവസരങ്ങളെ അനുഗ്രഹങ്ങൾ. എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ഏത് കഷ്ടത്തെയും ഞാൻ അതിജീവിച്ചു എന്ന് പറയാൻ ക്രിസ്തുവിനോടൊപ്പം നമുക്ക് സാധിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നമുക്കൊരു കഥാപാത്രത്തെ കാണാം. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്. ഇങ്ങനെയാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. അബ്രഹാമിൻ്റെ കാലത്ത് മുമ്പുണ്ടായിരുന്നത് പോലെ ഒരു വലിയ ക്ഷാമം ആ ദേശത്തുണ്ടായി. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് ഗരാർ എന്നൊരു ദേശത്തേക്ക് പോയി. അബ്രഹാം പണ്ട് ക്ഷാമമുണ്ടായപ്പോൾ പോയ ദേശമായിരുന്നു ഏത്? ഗരാർ എന്ന ദേശം. ആ ദേശത്തേക്ക് പോകും മുൻപ് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ യഹോവയാം ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് പോകരുത്. എവിടേക്ക് പോകരുത്? നീ മിസ്രൈമിലേക്ക് പോകരുത്. ഞാൻ നിന്നെ കാണിക്കുന്ന ഗരാർ എന്ന ദേശത്തേക്ക് നീ പോകുക. വീണ്ടും യഹോവ അവനോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് നീ പോകുക. 2, നീ ആ ദേശത്ത് താമസിക്കുക. 3, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. 4, നിനക്കും സന്തതിക്കും ഞാൻ ഈ ദേശം അവകാശമായി തരും. നമുക്കും വേണ്ടത് എന്തേ ഉള്ളൂ? ഇത്രയേ ഉള്ളല്ലേ? യഹോവ എൻ്റെ കൂടെ, കർത്താവ് എൻ്റെ കൂടെ ഇരിക്കണം, എൻ്റെ തലമുറകളെ വഴി നടത്തണം, ഞങ്ങൾക്ക് ഈ ദേശത്ത് സമാധാനത്തോടെ. ഇത്രത്തോളം നമ്മളെ ദൈവം നടത്തിയ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ ഈ ദേശത്തായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെ നമ്മുടെ പിതാക്കന്മാർ കണ്ണുനീരോടുകൂടി, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ റൈച്ചാൻ പറഞ്ഞ ഓർമ്മയില്ലേ, 1970 കാലഘട്ടത്തിൽ അമ്മമാരുടെ കരച്ചിൽ കേട്ട് തിരുമേനി ആഹ്വാനം ചെയ്തു, എൻ്റെ ദൈവത്തിൻ്റെ മക്കൾ ദേശത്ത് ചിതറിപ്പോയി, അനുഗ്രഹിക്കപ്പെടണം, അല്ലേ? ഇങ്ങനെ ഓരോ ദേശത്തും ചിതറിപ്പോയപ്പോൾ അവിടെ അപ്പമായും വെള്ളമായും കൂടെ ഇരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ തളർന്നു വീഴാൻ നേരത്ത് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും വഴി നടത്തിയ ദൈവമില്ലേ? പലപ്പോഴും വെള്ളിയാഴ്ച ദിവസമൊക്കെ പണ്ട് വിളിക്കുമ്പോൾ പറയടി ജോലി പോകുന്ന ലക്ഷണമാണ്, നീ ഒന്ന് ഉപവസിച്ച് കണ്ണുനീരും കൈയുമായിട്ട് അവിടെയും ഇവിടെയും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണുനീരിൻ്റെ ഫലമായി തൊരുത്തുകൂട്ടി ഉറുമ്പരിമണി ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ച് വെച്ച് മാതാപിതാക്കളുടെ കണ്ണുനീരിൻ്റെ ഫലമായിട്ടാണ് പ്രിയമുള്ളവരെ ഈ ദേശത്ത് നമ്മൾ അനുഗ്രഹത്തോടെ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയാലാണ്. അങ്ങനെ ദൈവത്തോട് അനുവാദം ചോദിച്ചാണ് ആര് ദേശത്ത് പോയത്? അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് ആ ദേശത്ത് പോയത്. ആ ദേശത്തെക്കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്, അത് ഫെലിസ്ത്യരുടെ ദേശമായിരുന്നു, അത് അമാലേക്ക് ഭരിക്കുന്ന ദേശമായിരുന്നു. യഹോവ അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് രാജാവ് അവൻ അനുകൂലമായി ആ ദേശത്ത് ജീവിക്കാൻ അവസരം നൽകി. പലപ്പോഴും നമ്മളും കാലുകുത്തിയ ദേശങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ പ്രിയമുള്ളവരെ? അന്യൻ്റെ ദേശം, അന്യരുടെ ദേശത്ത് കാലുകുത്താൻ മാതാപിതാക്കളുടെ കണ്ണുനീരാണ് കാരണമായത്. ആ ദേശത്ത് കാലുകുത്തി. ഇവിടെ എന്തു ചെയ്തു? ഇസഹാക്ക് ആ ദേശത്ത് കാലുകുത്തി. 26-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം പറയുകയാണ്, അവൻ ആ ദേശത്ത് കൃഷി ചെയ്തു, അവൻ 100 മേനി വിളഞ്ഞു, അവൻ ആ ദേശത്ത് വർദ്ധിച്ചു വന്നു. അവൻ ആ ദേശത്ത് വർദ്ധിച്ചു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്ത്യർ എന്തു ചെയ്തെന്നോ, അവൻ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന കിണറങ്ങ് മൂടിക്കളഞ്ഞു. അടുത്ത ദേശത്തേക്ക് ഇസഹാക്ക് അടുത്ത ദേശത്തേക്ക് പോയെങ്കിലും ആട്ടിടയന്മാർ അവിടെ നിന്ന് അവനെ ഓടിച്ചു വിട്ടു. 3ാമത് വേറൊരു ദേശത്തേക്ക് പോയി. വീണ്ടും ആട്ടിടയന്മാർ ഇസഹാക്കിൻ്റെ അപ്പനായ അബ്രഹാം കുത്തിയ കിണറിൽ നിന്ന് വെള്ളം കൊടുക്കാതെ അവിടുന്ന് ഓടിച്ചു വിട്ടു. 4ാമതൊരു ദേശത്തേക്ക് പോയി.
അവനോടാരും ശണ്ടയിടാൻ വരാത്തത് കൊണ്ട് യഹോവ ഈ ദേശം നമുക്ക് അവകാശമായി നൽകി എന്ന് പറഞ്ഞ് ആ ദേശത്തിന് അവൻ രഹോബോത്ത് എന്ന് പേരിട്ടു. ആ ദേശത്ത് യഹോവയ്ക്ക് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ 23-ാമത്തെയും വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇസഹാക്ക് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് ആ ദേശത്തേക്ക് പോയത്. എങ്കിലും പല തടസ്സങ്ങളും ഇസഹാക്കിൻ്റെ ജീവിതത്തിലുണ്ടായി. ആദ്യം തന്നെ ഫെലിസ്ത്യർ അവൻ്റെ കിണർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും മക്കളും മണ്ണിട്ട് മൂടിക്കളയാറില്ലേ? നമ്മൾ കാണുന്ന ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മളെ തൊടാതെ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കാറില്ലേ? ചുറ്റിലുമുള്ളവർ നമ്മളൊന്ന് അല്പസ്വല്പം ഇല്ലാതെ വെള്ളം കുടിക്കാതെ കൂട്ടിവെച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ പണമാണ് എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്താറില്ലേ? പലപ്പോഴും സ്റ്റാറ്റസും ജോലിയും പറഞ്ഞ് നമ്മളെ നീക്കി നിർത്താറില്ലേ? പലപ്പോഴും നമ്മളെ അവജ്ഞയോടെ മാറ്റി നിർത്തി സംസാരിക്കാറില്ലേ? പലപ്പോഴും നിറത്തിൻ്റെ പേരിലും കുടുംബ മഹിമയുടെ പേരിലും ജോലിയുടെ പേരിലുമൊക്കെ പലപ്പോഴും പലയിടത്തു നിന്നും ഇസഹാക്കിനുണ്ടായതുപോലെയുള്ള വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലേ? ഉണ്ടാകുമ്പോഴൊക്കെയും ഈ ഇസഹാക്ക് നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായി തീരണം. പലപ്പോഴും നമ്മൾ ആവശ്യത്തിന് വേണ്ടി ആരുടെയെങ്കിലും ഭാഗത്തുനിന്നൊരു കടം ചോദിക്കുമ്പോൾ, നിങ്ങളൊക്കെ ഗൾഫുകാരല്ലേ, നിങ്ങൾക്കെന്നാ പൈസക്കെന്നാ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കാറില്ലേ? പല വേദനകളിൽ കൂടിയും പല രാത്രിയിൽ കടന്നു പോയിട്ടില്ലേ? ഇവിടെ ഇസഹാക്കിലേക്ക് നമുക്ക് നോക്കാം. ഫെലിസ്ത്യർ മൂടിയ കിണറിലേക്ക് നോക്കി ഇസഹാക്ക് ഒരിക്കലും കരഞ്ഞില്ല. ഓടിച്ചു വിട്ട ആട്ടിടയന്മാരെ അവൻ ചുറ്റും നോക്കിയില്ല. വീണ്ടും ഓടിച്ചു വിട്ടവരെ അവൻ പഴിചാരിയില്ല. അവൻ നോക്കിയത് അവൻ്റെ സൃഷ്ടാവായ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ദൈവമല്ലാതെ നമുക്കാരുമില്ല എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ ഈ ഇസഹാക്കിനെ പോലെ നമുക്ക് മാതൃകയാകാറുണ്ടോ? ഇന്നത്തെ മക്കളെ സംബന്ധിച്ച് അവർ ഭാഗ്യമുള്ള തലമുറയാണ്. കാര്യം എന്താണ്? അവർ ജനിച്ചപ്പോഴേ എന്തെല്ലാം ആയി? കാറും വീടും മതിലും AC-യും അല്ലേ? പലപ്പോഴും നമ്മുടെ മക്കൾ പുറകിലിരുന്ന് കാറിലിരുന്ന് പറയാറുണ്ട്, ബാക്കിലോട്ട് അത്ര കൂളിങ് ബാക്കിലോട്ട് ഇതിൻ്റെ കൂളിങ്ങിൽ പോലും നമ്മുടെ ഉള്ളു കത്തുകയാണെന്നുള്ളത് ആർക്കേ അറിയുള്ളൂ? നമ്മൾ നടന്ന വഴി നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ നമ്മളുടെ കുടുംബങ്ങളിൽ നമുക്ക് അമ്മമാർക്ക്, നമ്മുടെ അപ്പന്മാർക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് കഷ്ടതയുടെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളത്തിൻ്റെ കഥയും നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മക്കൾക്ക് മനസ്സിലാകുള്ളൂ. ഇത്രത്തോളം നിന്ദയും ഇത്രത്തോളം അപമാനവും ഇത്രത്തോളം വേദനയും ഇത്രത്തോളം ഉഷ്ണക്കാറ്റിലുമാണ് നമ്മൾ ഇത്രയും പിടിച്ചു നിന്നത് എന്ന്. ഇസഹാക്കിന് എന്തുകൊണ്ടാണ്? ഇസഹാക്ക് ഒരിക്കൽ പോലും ദൈവത്തോട് പരിഭവിച്ചില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഇവിടെ വേദപുസ്തകം പറയുന്നുണ്ട്, അവൻ അടുത്ത ദേശത്തേക്ക് പോയി. കാരണം വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ ദൈവം വിശ്വസ്തനാണെന്നും അവൻ വഴിയിൽ ഉപേക്ഷിക്കുകയില്ല എന്നും ഇസഹാക്കിന് അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുടെ മുൻപിലും വ്യക്തിപരമായ ഏത് പ്രശ്നത്തിലും ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മാതാപിതാക്കൾക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ മാതാപിതാക്കൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ മക്കളുടെ മുൻപിൽ മാതൃകയാകാൻ സാധിക്കാറുണ്ടോ? മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പനും കണ്ണുനീരോടുകൂടി മുട്ടുമടക്കുന്ന അമ്മയും, അപ്പൻ്റെ കഷ്ടപ്പാടുകളെയും അമ്മയുടെ കഷ്ടപ്പാടുകളെയും പരസ്പരം ശുശ്രൂഷ മനോഭാവത്തോടുകൂടി പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളാകാൻ ഭവനത്തിൽ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മളായിരിക്കുന്ന അവസ്ഥ നമ്മുടെ മക്കൾ മനസ്സിലാക്കുന്നുള്ളൂ. യേശുതമ്പുരാനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളിൽ ആരാണ്? ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിലെയും ചോദ്യം എന്താണ്? ഇവിടെ ആരാണ്? നിങ്ങളങ്ങ് തിരിച്ചു പോകാവോ? അല്ലേ? തിരിച്ചും നീയൊന്ന് അടങ്ങിയിരിക്കാവോ? ഇതെല്ലാം ഞാൻ സമ്പാദിച്ചതാണ് അല്ലേ? നമ്മളിൽ ആരാണ് വലിയവൻ? കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് എഴുന്നേറ്റു, അരയിൽ കച്ചകെട്ടി താന്നിരുന്നു, കാല് കഴുകി ചുംബിച്ചിട്ട് പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷക്കാരനെ പോലെയാകുന്നു. കുടുംബങ്ങളിൽ പരസ്പരം ശുശ്രൂഷ ചെയ്യുവാൻ മാതാപിതാക്കൾക്കും മക്കൾക്കും സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ എല്ലാം ജീവിതം ക്രിസ്തീയ ജീവിതമായി മാറുന്നത്. അതിനെന്തു വേണമെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വസിക്കണം. നമ്മളുടെ കുടുംബങ്ങളിൽ ദൈവാത്മാവ് ഇറങ്ങി വസിക്കണമെങ്കിൽ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകൾ വേണം.
ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനകൾ എങ്ങനെയാണ് എന്ന് ഈ മുൻപിലിരിക്കുന്ന കൊച്ചു മക്കളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇപ്പം പറയും. ചോദിക്കുന്നില്ല. പ്രഭാതത്തിലും സന്ധ്യയിലും ഒന്നിച്ചിരുന്ന് ദൈവത്തിൻ്റെ മക്കൾ ഒന്ന് ചേർന്നിരുന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഇന്ന് നടത്തിയ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? കുടുംബ പ്രാർത്ഥനകൾ എപ്രകാരമാണെന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. അപ്രകാരമായിരിക്കും നമ്മുടെ തലമുറ ഭവനങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. കുടുംബ പ്രാർത്ഥനകൾ പറയുമ്പോൾ പണ്ട് കാലത്ത് ഓർമ്മയില്ലേ? ഒന്നുമില്ലായ്മയുടെ കാലത്ത് ചാണകം മെഴുകിയ തറയിൽ, ഓലമേഞ്ഞ വീട്ടിൽ, ഒരു കീറിയ പായിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം ഒന്നു ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൻ്റെ കഷ്ടപ്പാടുള്ള കയ്യേയും അമ്മയുടെ പട്ടിണിയുള്ള മുഖത്തെയും ഒക്കെ നോക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളുടെ ആ പായും ആ പ്രാർത്ഥനകളും എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇന്ന് ഒന്നിച്ചുള്ള പ്രാർത്ഥനകൾ എൻ്റെ ഭവനത്തിൽ ശക്തിയുള്ളതാണോ അതോ ചിതറിപ്പോയോ? പലപ്പോഴും കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് അതിൻ്റെ നേതാവ് പലയിടത്തും അമ്മയായിരിക്കും. അമ്മ സന്ധ്യ തൊട്ട് എന്ത് തുടങ്ങും? പ്രാർത്ഥിക്കുന്നില്ലേ? ഇരിക്കുന്നില്ല, പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നേ ഉള്ളൂ? നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ വരാന്തയിലിരിക്കുന്ന ആൾ പറയും, തുടങ്ങ് ഞാനങ്ങോട്ട് പറഞ്ഞു കറക്റ്റ് വന്നോളാം. അപ്പം മോളിലിരിക്കുകയാണ് മോൻ, ചൂടല്ലേ, മോൻ മോളിലിരിക്കുകയാണ്. മോൾ എന്ത് ചെയ്യുകയാണ്? ട്യൂഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എല്ലാവർക്കും സ്വന്തമായ മുറിയും ഇഷ്ടം പോലെ സൗകര്യങ്ങളുമായി. പണ്ട് ഒരു മുറിയും ഒരു പായും ഒരു ടി വിയും ഒരു ഫോണും ഒക്കെ ആയിരുന്ന സമയത്ത് നമ്മളെല്ലാം ഒരു വട്ടത്തിലുണ്ടായിരുന്നു. വിളിച്ച വെളിപ്പാട് അകലെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾക്ക് പലപ്പോഴും കുടുംബ പ്രാർത്ഥനകളിൽ ഒന്നിച്ചിരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഓർക്കുക, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങളുടെ ഭിത്തി ഇളകിപ്പോകും. ഞാൻ ആരാണെങ്കിലും, ഞാൻ ആകാശത്തിൽ കൂടുകൂട്ടിയാലും എന്നെ താഴെ ഇറക്കുന്നൊരു ദൈവമുണ്ട്. എന്നാൽ ഞാൻ പൊട്ടക്കിണറ്റിൽ കിടന്നാലും എന്നെ മിസ്രൈമിൻ്റെ അധിപതിയാക്കുന്നൊരു ദൈവമുണ്ടെന്ന് പറയുന്ന യോസഫിനെ മാതൃകയാക്കണം. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, ദൈവമില്ല എങ്കിൽ നമ്മൾ വെറും മണ്ണ് മാത്രമാണ്. അബ്രഹാം ദൈവമില്ലായിരുന്നു എങ്കിൽ വെറും ഒരു കൽപ്പണിക്കാരൻ മാത്രമായി തീർന്നേനെ. ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ അവൻ വിശ്വാസികളുടെ പിതാവായി മാറിയില്ലേ? യാക്കോബ് ദൈവമില്ലായിരുന്നെങ്കിൽ വെറും ഒരു ചതിയൻ മാത്രമായിരുന്നേനെ. ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ യാക്കോബ് ആരായി മാറി? ഇസ്രായേലായി മാറി. ദാവീദ് ദൈവമില്ലായിരുന്നെങ്കിൽ ദാവീദ് വെറും ഒരു ആട്ടിടയൻ മാത്രമായിരുന്നു. ദാവീദിൻ്റെ അപ്പനായ ഈശായിയോട് പ്രവാചകൻ മക്കളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു മകൻ ഉള്ളതായിട്ട് പോലും അപ്പൻ പറഞ്ഞില്ല. എങ്കിലും സ്വർഗത്തിലെ അപ്പൻ അവനെ പേര് ചൊല്ലി വിളിച്ചത് കൊണ്ടല്ലേ ദാവീദ് ഇസ്രായേലിൻ്റെ പേര് കേട്ട രാജാവായി മാറിയത്. ഏലിയാവ് ദൈവമില്ലായിരുന്നെങ്കിൽ ഭയന്നോടി ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുകയുള്ളായിരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ടല്ലേ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് നെഞ്ചും വിരിച്ച് സത്യത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ ഏലിയാവിന് സാധിച്ചത്. എസ്തർ ദൈവമില്ലായിരുന്നെങ്കിൽ ഒരു വിജാതീയ സ്ത്രീ മാത്രമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പൊൻചെങ്കോൽ അവളുടെ നേരെ നീട്ടിയത് കൊണ്ടല്ലേ ആ രാജകീയ പദവിയിലേക്ക്, രാജ്ഞി പദവിയിലേക്ക് അവൾ ഉയർത്തപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഈ കാണുന്നതെല്ലാം കർത്താവ് തന്നതാ. കണ്ണുനീരോടുകൂടി അധ്വാനിച്ചു എൻ്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തന്നതാണ്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ വെറും മണ്ണാണ്. ഇതെല്ലാം ഒറ്റയൊരു അസുഖത്തിന് മാത്രമേ ഉള്ളൂ. വെറുതെ ഒന്ന് ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വന്നാൽ 1 ലക്ഷം രൂപ വെറുതെ അങ്ങ്, ശരിയല്ലേ? വെറുതെ ഒന്ന് പോയിട്ട് ടെസ്റ്റ് നടത്തി വരുമ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപ. നമ്മൾ ഉണ്ടാക്കിയതെല്ലാം ഒറ്റ രോഗത്തിനേ ഉള്ളൂ. അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ കുടുംബ പ്രാർത്ഥനകളിൽ ചേർന്ന് വരണം. വീണ്ടും ഇവിടെ തൻ്റെ ദേശത്ത്, ഈ ദേശത്ത്, ദൈവം തനിക്കു തന്ന ദേശത്ത് ആരും തന്നോട് ശണ്ടയിടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ഇസഹാക്ക് ചെയ്തത്? ഇസഹാക്ക് ദൈവത്തിന് യാഗപീഠം പണിതു. നമ്മുടെ പൂർവികരെല്ലാം തന്നെ 1970 മുതൽ ഗൾഫിൻ്റെ പല പ്രദേശത്ത് പോയപ്പോൾ അന്യരുടെ രാജ്യമായിരുന്നു അത്. എങ്കിലും നമ്മുടെ വിശ്വസ്തതയും ദൈവത്തോടുള്ള നമ്മുടെ നിലവിളിയും സ്വർഗത്തിൽ കണ്ടിട്ടല്ലേ. ഏത് രാജ്യത്താണ് നമുക്ക് ആലയങ്ങളില്ലാത്തത്? അത്രയും തന്ന ദൈവത്തെ സ്തുതിക്കാൻ ഇന്ന് നമുക്ക് ആലയത്തിൽ ചേർന്ന് വരാൻ സാധിക്കാറുണ്ടോ?
നമ്മളുടെ ദേവാലയത്തിൽ ആരാധനയ്ക്കുള്ള നമ്മളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള സമയത്താണ്. വന്നു കഴിഞ്ഞാലോ ഫാനാണ് നമ്മുടെ ലക്ഷ്യം, കർത്താവല്ല. കർത്താവാണോ ഫാനാണോ നമ്മുടെ ലക്ഷ്യം? ഫാനാണ് നമ്മുടെ ലക്ഷ്യം. കാരണം എന്താ? അപ്പോൾ രാവിലെ 7 മണിക്ക് വന്നവനെ ഒരു ഒറ്റ തള്ളു കൊടുത്തിട്ടാണ് നമ്മൾ 9 മണിക്ക് വന്നവൻ എവിടെ നിൽക്കുന്നത്? പിന്നെ നമ്മളിൽ കുറച്ച് പേര് ഒരു കുഞ്ഞ് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്, പിന്നെ ഒരു ബിസ്ക്കറ്റും കൊണ്ട് നമുക്ക് ഇങ്ങനെ പിന്നെ വേറെ കൊടിമരം, മതില്, ഓഫീസ്, ഇവിടെ എല്ലാം ഇരുന്ന് കഴിഞ്ഞ് പരിശുദ്ധ കുർബാന പടിഞ്ഞാറേക്ക് എടുത്തു കഴിയുമ്പോൾ 4 പാടൊന്ന് ഓടിക്കൂടും. എന്തോ അത്യാഹിതം, മണിയടിക്കുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ട്, ആകെ ബഹളം അല്ലേ, നമ്മൾ ഓടിക്കൂടും. ഇങ്ങനെയാണോ നമ്മൾ നമ്മുടെ ആരാധന ജീവിതം നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? വിശ്വസ്തയോടെ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ മുൻപിൽ കണ്ണുനീരോടുകൂടി തുടക്കം മുതൽ ഒടുക്കം വരെ പ്രാർത്ഥിക്കണമെന്ന് മക്കളോട് പറയുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കുവാൻ വ്യക്തിപരമായ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും ആരാധനയും നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളാണ്. ഇവിടെ ഇസഹാക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫെലിസ്ത്യരും ആട്ടിടയന്മാരും എല്ലാം തിരിച്ചു വരികയാണ്. ഇത് കണ്ടിട്ട് ഇസഹാക്ക് ചോദിക്കുകയാണ്, എന്നെ ഒഴിവാക്കിയവര്, എന്നെ ഒറ്റപ്പെടുത്തിയവര്, എന്നെ തള്ളിക്കളഞ്ഞവരെ, നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കാനായി വീണ്ടും വരുന്നത്? 26-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം പറയുകയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു എന്ന്. ഇസഹാക്കിൻ്റെ ശത്രുക്കൾ ഇസഹാക്കിനോട് പറയുകയാണ്, നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. പലപ്പോഴും നമ്മളും കാണാറില്ലേ, ഇത് ദൈവത്തിൻ്റെ മക്കൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കണം. ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്ന് നമ്മളെ പകയ്ക്കുന്നവരും നമ്മളെ നിന്ദിക്കുന്നവരുടെയും മുൻപിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റണം. രണ്ടാമത്, അവകാശങ്ങളെ അലക്ഷ്യമാക്കി മാറ്റരുത്. അവകാശങ്ങളെ അലക്ഷ്യമാക്കി മാറ്റരുത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ അവകാശമാണ് അബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം. ഈ അവകാശം അലക്ഷ്യമാക്കി കളയരുത്. ഈ പുത്രത്വത്തിൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ നമ്മളൊരു കുഞ്ഞ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്താ പറയുന്നത്? ഇവനാ ഇന്നടത്തെ തോമസിൻ്റെ മകനല്ലേ, അയ്യോ എന്ത് നല്ല മനുഷ്യനാ തോമാച്ചൻ, ഇവനെന്താ ഇങ്ങനെ അല്ലേ? എന്താ കാര്യം? എന്താ കാര്യം? അവൻ്റെ അപ്പനെക്കുറിച്ചുള്ള നാട്ടുകാരുടെ സാക്ഷ്യം അയാൾ നല്ലവനാണ്. അതുപോലെയാണ് നമുക്കും പുത്രത്വത്തിൻ്റെ ഈ വഴിയിലിട്ട് നശിപ്പിക്കരുത്. എന്ത്? നമ്മുടെ ആ ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന അവകാശം, ക്രിസ്തുവിനെ അനുകരിക്കുവാൻ നമ്മുടെ അവകാശങ്ങളിൽ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ അവകാശമാണ് കുടുംബജീവിതം. കുടുംബജീവിതത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ അവകാശമാണ് നമ്മുടെ ആരാധനാ ജീവിതം. ഇവിടെ ഒരു ക്രിസ്തുവായി തീരുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഇല്ലാത്തവൻ്റെ അടുക്കൽ ക്രിസ്തുവായി തീരാൻ നമുക്ക് സാധിക്കാറുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം അങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇസ്രായേൽ മക്കൾ സീൻ മരുഭൂമിയിലെത്തി. സീൻ മരുഭൂമിയിലെത്തിയ ജനം, അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവരാഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ അവരുടനെ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നൊരവസ്ഥ ഈ ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. അത് ഏറെക്കുറെയൊക്കെ ഇപ്പം നമ്മുടെ മക്കൾക്കും ഇതുണ്ട്. അവരാഗ്രഹിക്കുന്ന സാധനം ഉടനെ കിട്ടിയില്ലെങ്കിൽ അപ്പനും കൊള്ളുകയില്ല അല്ലേ? ഇന്ന് നമ്മുടെ വീടിൻ്റെ വാതിക്കലോട്ട് വരണം, പച്ചയ്ക്ക് പച്ച, നീലയ്ക്ക് നീല, എത്ര ചെരുപ്പല്ലേ, എന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ പണ്ട് ഒറ്റ ഒരു വള്ളിച്ചെരുപ്പേ ഉള്ളൂ, അത് പൊട്ടാൻ നമുക്ക് ആഗ്രഹം, പക്ഷെ പൊട്ടിപ്പോയ അടിയ. ശരിയല്ലേ? അവരാഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ആര് ചീത്തയാണ്? അപ്പം മക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആരാധനാ പാത്രം ആരാന്നറിയോ? നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആരെയാ? നമ്മുടെ മക്കളെയാണ്. എന്നിട്ട് നമ്മൾ പറയും, ഞങ്ങളോ കഷ്ടപ്പെട്ടു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ വന്നേ പല അമ്മമാരും പറയും, എൻ്റെ ടീച്ചറെ ഒരു ജോലിയും ഞാൻ ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. അപ്പം ഞാൻ തിരിച്ചു ചോദിക്കും, അതെന്താ? ഞാനോ കഷ്ടപ്പെട്ടു, എൻ്റെ മക്കൾ, എന്നാൽ ഈ കഷ്ടപ്പാട് ആരറിയണം? നിർബന്ധമായി നമ്മുടെ മക്കൾ അറിഞ്ഞെങ്കിൽ മാത്രമേ എന്താണ് അതിൻ്റെ വേദന എന്ന്
നമ്മുടെ മക്കൾ അറിയുള്ളൂ. മഴ നനഞ്ഞവനോട് മാത്രമേ നനയുന്നതിൻ്റെ സുഖം പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അല്ലേ? ഇപ്പം ഈ ചൂട് വന്നിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഈ ചൂടത്താണ് നമ്മുടെ ഏറിയ സഹോദരന്മാരും അവിടെ കിടക്കുന്നത്. നമ്മൾ കാണുന്നത് എന്താണ്? രാത്രി വീഡിയോ കോൾ വിളിക്കുമ്പം അപ്പേ ചൂടില്ലേ, ഇവിടെ എ സിയാ മോനെ. അപ്പേ അവിടെ നല്ല സുഖമായിട്ട് പകൽ ഈ അപ്പയെ ഒന്ന് വിളിച്ച് നോക്കണം, എരിഞ്ഞ് പൊരിഞ്ഞ് അല്ലേ? പലരും റോഡിലൊക്കെ പണിയെടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നെഞ്ച് പൊടിഞ്ഞു പോകും. ഓരോരുത്തർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അയ്യോ, ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണോ ഇവർ വീട്ടിലേക്ക് പൈസ അയക്കുന്നതെന്ന് നമ്മൾ ഓർത്തു പോകും, അല്ലേ? ഒരു ടാക്സി വിളിച്ച് പോയി കഴിഞ്ഞാൽ 10 ദിർഹം പോകുന്നത് കൊണ്ട് വെയിലാകുന്നതിന് മുൻപേ വെളുപ്പിന് എഴുന്നേറ്റ് പൈസ അയക്കാൻ പണ്ട് പോകുമായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഓട്ടോ പിടിച്ച് പന്തളത്ത് പോയി ആ പൈസ എടുത്തിട്ട് തിരിച്ചു വരും, ഇല്ലേ? പുള്ളി അവിടെ വെയിലാവുന്നതിന് മുൻപ് നടന്ന് 10 ദിർഹം ലാഭിക്കാൻ വേണ്ടി നടന്നു പോയി പൈസ ഇടും. നമ്മൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് പന്തളത്ത് പോയി ആ പൈസ എടുത്തോണ്ട് തിരിച്ചു വരും. ഇത് പലപ്പോഴും എന്നിട്ട് ഈ മാസം ഇത്രയേ ഈ മാസം ഇത്രയേ ഉള്ളോ എന്നൊരു ചോദ്യമുണ്ട്. ഇത് കേൾക്കുമ്പോൾ തിരിച്ച് അറിയാവുന്ന ഭാഷയിൽ ഒരു ഉത്തരവും, ഇത് പരസ്പരം എല്ലാ മാസവും നമ്മളിങ്ങനെ കൈമാറിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. കാരണം വീടിനെ രണ്ടറ്റത്തെത്തിക്കാൻ വേണ്ടിയാണ് ഈ ചോദിക്കുന്നതും ഈ ഉത്തരം പറയുന്നത് പറ്റാത്തത് കൊണ്ടുമാണ്. ഇവിടെ സീൻ മരുഭൂമിയിലെത്തിയ ഇസ്രായേൽ ജനം ഇതേ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് മിസ്രൈമില് ഇറച്ചിക്കലങ്ങളും അപ്പക്കുട്ടകളും ഒലിവിൻ്റെ കായ്കളും മുന്തിരിക്കുലകളും ഒക്കെ ഉണ്ടായിരുന്നു. നീ എന്തിനാ ഞങ്ങളെ നരകിക്കാൻ മോശെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലേ? പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഇതിനേക്കാൾ ലാഭം നിങ്ങൾ നാട്ടിൽ വന്ന് പശുവിനെ വളർത്തിയാൽ മതിയല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അനുദിനം നടത്തുന്ന ദൈവം ഈ ജനം പലപ്പോഴും മറന്നുപോവാ. ഇവിടെ ഇസ്രായേൽ ജനം അങ്ങനെ പിറുപിറുത്തപ്പോൾ മോശയ്ക്ക് വല്ലാതെ ദുഃഖം തോന്നി. മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുക. മോശ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ച് യഹോവയാം ദൈവം മോശയോട് പറയാണ്, നീ എഴുന്നേറ്റ് വടിയെടുത്ത് കയ്യിൽ പിടിച്ച് അഹറോനെയും കൂട്ടി നിന്റെ ജനവുമായിട്ട് പാറയുടെ അടുക്കലേക്ക് ചെല്ലുക. വടി ഉയർത്തിപ്പിടിച്ച് പാറയോട് കൽപ്പിക്കുക, പാറ നിനക്ക് ജലം നൽകുമെന്ന്. അതുപോലെ തന്നെ മോശ എഴുന്നേറ്റ് വടിയുമെടുത്ത് അഹറോനെയും കൂട്ടി തൻ്റെ ജനത്തെയും കൂട്ടി ഈ പാറയുടെ അടുക്കലേക്ക് ചെന്നു. മോശയ്ക്ക് കോപം സഹിക്കവയ്യാതെയായി. മോശയ്ക്കറിയാം വെള്ളം കിട്ടുമെന്ന്. കാരണം എന്താ? ഫറവോയുടെ കൊട്ടാരത്തിൽ ഈ വടിയാണ് മത്സരികൾക്ക് അടയാളമായത്. ഈ വടിയാണ് ചെങ്കടലിനെ പകുത്തത്. ഈ വടിയാണ് ദൈവത്തിൻ്റെ ജനത്തെ നടത്തിയത്. അതുകൊണ്ട് മോശയ്ക്കറിയാം. അതുകൊണ്ട് മോശ എന്ത് ചെയ്തു? ഈ വടിയെടുത്ത് പാറയുടെ മേൽ 2 അടി അടിച്ചു. പാറയിൽ നിന്ന് ശക്തിയായിട്ട് വെള്ളം വന്നു. ഇസ്രായേൽ ജനമൊക്കെയും ഈ വെള്ളം കുടിച്ച് തൃപ്തിപ്പെട്ടു, സന്തോഷിച്ചു. ഈ സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് യഹോവയാം ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, മോശയെ കൊള്ളാം, നന്നായിരിക്കുന്നു, പക്ഷെ നീ കനാൻ കാണുകയില്ല. നീ കനാൻ എന്താ കാര്യം? ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഈ വടിയെടുത്ത് പാറയോട് കൽപ്പിക്കാനാ. നീ എന്തു ചെയ്തു? ഈ വടിയെടുത്ത് പാറയിൽ. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനെയൊന്നും ബഹളം വെക്കരുതെന്ന് നമുക്കറിയാം. ഇങ്ങനെയൊന്നും സ്നേഹത്തിൻ്റെ ഇടയ്ക്കിൽ ദൈവസ്നേഹം അറ്റുപോകുന്ന രീതിയിൽ മക്കളുടെ മുൻപിൽ കിടന്ന് ശണ്ട കൂട്ടരുതെന്ന് നമുക്കറിയാം. പലപ്പോഴും കനാൻ പോലെയുള്ള പല അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഇല്ലാതെയാകുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവസ്നേഹത്തിന് പകരം പലതിനെയും ആക്രോശത്തോടെ സംസാരിക്കുകയും പലരും പറയുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ടതാന്ന് പറഞ്ഞ് പിന്നെ ചിരിക്കത്തില്ല, മിണ്ടത്തില്ല. കാരണം എന്താണ്? ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ടതാ, അല്ലേ? മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും തമ്മിൽ പോലും നമ്മൾ വേർതിരിവ് വരുത്താറുണ്ട്. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് അതുകൊണ്ട് നാട്ടിലുള്ള കൊച്ചുമക്കൾ എവിടെ ഇരുന്നാൽ മതി? പറ. നമ്മുടെ ഏറ്റവും വലിയ വേദനയാണ് നാട്ടിൽ നിൽക്കുന്നവരുടെ അത്, അല്ലേ? ഇതെൻ്റെ മോൻ ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടത്, അതുകൊണ്ട് നാട്ടിലുള്ള കുഞ്ഞ് എവിടെ ഇരുന്നാൽ മതി? താഴെ ഇരുന്നാൽ മതി. അത് പറയുമ്പോൾ പലരുടെയും ഉള്ളു പിടയ്ക്കും. കാരണം ഇത് അനുഭവിച്ചിട്ടുള്ളവരാ നമ്മൾ.
പലപ്പോഴും അനുഗ്രഹത്തിന് പകരം ശാപം വരുന്നത് നമ്മുടെ പല സംസാരങ്ങൾ കൊണ്ടല്ലേ? നമ്മുടെ കുടുംബജീവിതങ്ങൾ മുന്നോട്ട് പോകാൻ 3 C's വേണം എന്ന് പറയും. അതിൽ ഒന്നാമത്തെ C ആണ് കമ്മ്യൂണിക്കേഷൻ. വിദേശത്തായിരുന്നാലും സ്വദേശത്തായിരുന്നാലും ദൈവവുമായും പരസ്പരവും നമുക്ക് എന്തു വേണം? കമ്മ്യൂണിക്കേഷൻ വേണം. ആവശ്യങ്ങൾ മാത്രം പറയുന്ന ദൈവത്തെയും ആവശ്യങ്ങൾ മാത്രം വിദേശത്തേക്ക് വിളിച്ചു പറയുന്ന മക്കളെയുമല്ല മാതാപിതാക്കൾക്ക് വേണ്ടത്. മറിച്ച് അവരുമായുള്ളൊരു സ്നേഹബന്ധം, ഹൃദയങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം അല്ലേ? കഴിച്ചോ എന്നും കുടിച്ചോ എന്നും ചോദിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് സമയം കിട്ടാറുണ്ട്? എന്നാൽ നമുക്ക് വേണ്ട ലിസ്റ്റുകൾ നമ്മൾ പറയുകയല്ല വേണ്ടത്, മറിച്ചൊരു കമ്മ്യൂണിക്കേഷൻ. തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ കുറേ പേരൊക്കെ എക്സ് ഗൾഫായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നവരാ. ഈ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ട്. നമുക്ക് വലിയ ഇഷ്ടമാണ് എല്ലാവരും തമ്മിൽ. പക്ഷേ വീട്ടിലൊരു പെട്ടെന്ന് നാഥൻ വന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ അല്ലേ, എന്തെടുത്താലും കുറ്റം പറയുമ്പോൾ നമുക്കും, എന്തെടുത്താലും ഈ കുറ്റം മാത്രം കേൾക്കുമ്പോൾ നമുക്കും അത്ര ഇഷ്ടമല്ല. പലപ്പോഴും ദൂരെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ പ്രിയപ്പെട്ടവരൊന്ന് അടുത്ത് വന്നിരുന്നെങ്കിൽ എന്ന്. വന്നു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ? നമുക്ക് പരസ്പരം സംസാരിക്കാനൊന്നും ഒരു വണ്ടിയിൽ വന്നാലും നമുക്ക് പരസ്പരം മിണ്ടാനില്ല. ഒരു വീട്ടിൽ ഒരു മുറിയിൽ ഉറങ്ങിയിട്ട് നമുക്ക് പറയാനൊന്നുമില്ല. നമ്മളിൽ പലരും പല മുറികളിലാണ് കിടന്നുറങ്ങുന്നത് പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പലരും മക്കൾക്ക് കൂട്ടിച്ച് പണ്ട് തൊട്ടേ ഞാൻ മോടകൂടാ, അതുകൊണ്ട് ഇപ്പോഴും മോടകൂടാ എന്ന് പറയുന്ന പരസ്പരം മിണ്ടാനില്ല, പരസ്പരം പറയാനില്ല. ആകെ 2 സംഭാഷണങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ചോറ് വിളമ്പട്ടെ, എന്നാ എടുത്തോ അല്ലേ? ചോറുണ്ണാനായിട്ട് വന്നിരുന്നാലോ? നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മുടെ വീടുകളിലേക്ക് നോക്കിയാൽ മതി. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ ആദ്യത്തെ ലക്ഷണം നമ്മളുടെ ഊണുമേശയ്ക്ക് അഭിമുഖമായിരിക്കും എപ്പോഴും വീട്ടിലെ TV. ചോറെടുത്ത് മേശപ്പുറത്ത് വെക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഈ TVയും കൂടെ അങ്ങ് ഓൺ ചെയ്യും. പിന്നെ ആർക്കും ഒന്നും പറയാനില്ല, ഇങ്ങനെയും നോക്കി എന്തൊക്കെയോ. എന്നാൽ നമ്മൾ നമ്മുടെ മക്കളോട് കാണിച്ചു കൊടുക്കണം. മക്കളെ, പണ്ട് ഇല്ലായ്മയുടെ കാലത്ത് ഈ വിളക്കിന് ചുറ്റും ഒരു അപ്പനിരുന്ന് ചോറുണ്ണുമായിരുന്നു. അദ്ദേഹത്തിൽ വേണ്ടതിലും അധികം അദ്ദേഹം ആ പാത്രത്തിൽ എടുക്കുമായിരുന്നു. ഇനിയൊന്ന് ഓർത്ത് നോക്കണേ. എന്നിട്ട് മനഃപൂർവ്വം ഒരു കോണിൽ ബാക്കി വെച്ചിട്ട് ഭാര്യയെ നോക്കി പറയുമായിരുന്നു, കളയണ്ട ഇത്. ഇല്ലായ്മയുടെ കാലത്ത് തൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാകില്ലെന്ന് ഉറപ്പുണ്ടായിരുന്ന അപ്പൻ മനഃപൂർവ്വം ചോറെടുത്ത് പാത്രത്തിൻ്റെ കോണിൽ മാറ്റി വെച്ചിട്ട് അമ്മയോട് പറയും, കളയണ്ട, ഇത് കഴിച്ചോളാൻ. പകുത്തു കൊടുക്കുന്ന ആ സ്നേഹം ഊണുമേശയിലായിരുന്നു അപ്പൻ്റെയും അമ്മയുടെ സ്നേഹം നമ്മൾ മക്കളായിരുന്നപ്പോൾ ആദ്യം കണ്ടുപഠിച്ചത്. സഹോദരങ്ങളുടെ ഇടയിൽ ആരുടെയെങ്കിലും പാത്രത്തിൽ കുറവുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് കൊടുത്തിട്ട് പറയും, പകുതി എടുത്തിട്ട് എനിക്ക് ഇച്ചിരി നീ മുഴുവൻ എടുക്കല്ലേ, പകുതി ഈ പകുത്തു കൊടുക്കുന്ന സഹോദര സ്നേഹം നമ്മൾ പഠിച്ചത് ഈ ഊണുമേശയുടെ ചുറ്റിലുമായിരുന്നില്ലേ? ഇന്ന് നമ്മുടെ ഊണുമേശകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ അലമാരകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. പക്ഷെ പങ്കിട്ട് കൊടുക്കാൻ മാത്രം നമ്മൾ മറന്നുപോയി. ഇന്നെല്ലാം ഹൈജീൻ കൂടിക്കൂടി നമ്മളാരും പരസ്പരം പങ്കിടാത്തവരായി മാറി. എല്ലാവരും കണ്ടീഷണൽ സ്നേഹങ്ങൾ കൊടുക്കുന്നവരായി മാറി. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ അവകാശമായ എൻ്റെ കുടുംബജീവിതത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പണ്ട് ദേവാലയത്തിൽ ഓരോരുത്തരെയും അറിയാം, ഇന്നിടത്ത് ഇന്ന ആളുടെ ഇന്ന മകൻ. എന്നാൽ ഇന്ന് ദേവാലയങ്ങളിൽ മത്സരങ്ങളായി തുടങ്ങി. എന്നാൽ ദേവാലയങ്ങളിൽ മത്സരത്തിന് പകരം ക്രിസ്തുവിൻ്റെ സ്നേഹം പകുത്തു കൊടുക്കുവാൻ ഇല്ലേ? ഒരു പൊതുയോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അച്ഛൻ ഒരാഴ്ച പിന്നെ ഉറങ്ങത്തില്ല. കാരണം എന്താണ്? അച്ഛനെ എന്ത് ചെയ്യുന്ന യോഗമാണ്? പൊതിക്കുന്ന യോഗമാണ്. ആ സ്ഥാനത്തില്ലായ്മയുടെ കാലത്ത് കണ്ണുനീരോടുകൂടി ഈ ദേശത്ത് കല്ലും മണ്ണും ചുമന്ന് നമ്മുടെ പിതാക്കന്മാർ അവരുടെ ഇല്ലായ്മയും മിച്ചം പിടിച്ചും കൊടുത്ത പൈസ കൊണ്ട് പണിത ദേവാലയങ്ങളിൽ നമ്മുടെ മക്കളുടെ മുൻപിൽ നമ്മൾ മത്സരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കണം, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തതുപോലെ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധി നമ്മുടെ മക്കളുടെ മുൻപിൽ നശിപ്പിച്ച് കളയരുത്. ദൈവവുമായിട്ടുള്ള ബന്ധം, ദേവാലയത്തോടുള്ള ബന്ധം നമ്മുടെ മക്കളോട് കാണിച്ചു കൊടുക്കണം. ഇതിനെല്ലാം 2ാമത്തെ C വേണം. എന്താണ്? കോംപ്രമൈസ്. ചില കോംപ്രമൈസുകൾ കുടുംബത്തിൽ. എനിക്ക് TV കണ്ടുകൊണ്ട് കഴിക്കാനാണ് ഇഷ്ടം, പക്ഷേ ഞാൻ എന്നെ തന്നെ കോംപ്രമൈസ് ചെയ്യുന്നു. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല, എങ്കിലും എൻ്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കും. കഴിഞ്ഞിടയ്ക്ക് ഞാൻ എവിടെയോ വായിച്ചു,
ജോലി കഴിഞ്ഞ് ഭർത്താവ് വൈകുന്നേരം വരാൻ നേരത്ത് ഭാര്യയെ ഫോൺ ചെയ്ത് ചോദിച്ചു, വൈകിട്ട് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണമെന്ന്. അപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ 2 സാധനയിലും മറന്നു പോകും. ആദ്യം പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ട് 2 സാധനങ്ങൾ പറഞ്ഞു, അയ്യോ ഇതൊക്കെ വേണം. ഇത് കേട്ട് ഭർത്താവ് പറഞ്ഞു, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ ഈ വീട്ടിൽ വരുന്ന ഉടനെ നീ ഇനി പഞ്ചസാരയില്ല പാലില്ല എന്ന് പറയരുത്. അപ്പോൾ അവൾ തിരിച്ചു പറഞ്ഞു. വീണ്ടും അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണോ? ഭാര്യ മറുപടിയായി പറഞ്ഞു, ഉവ്വ് വേണം. അപ്പോൾ ഭർത്താവ് മറുപടിയായി പറഞ്ഞു, എനിക്കറിയാമല്ലോ, നീ പറ എന്താ? 2 ചെവിയും 2 കണ്ണുകളും കൊണ്ടുവരണം. അപ്പം അയാൾ ചോദിച്ചു, എന്തോ വേണമെന്നാ പറഞ്ഞേ? 2 ചെവിയും 2 കണ്ണും കൊണ്ടുവരണമെന്ന്. എന്താ അത്? അതെന്തിനാണ്? എന്നെ ഒന്ന് കേൾക്കാൻ നിങ്ങളുടെ 2 ചെവിയും ഒന്ന് മുഖത്ത് നോക്കാൻ നിങ്ങളുടെ 2 കണ്ണും ഒന്ന് കൊണ്ടുവന്ന നന്നായിരുന്നു എന്ന്. ഇന്ന് നമുക്ക് പരസ്പരം നോക്കാനും കേൾക്കാനും ഒന്നും സമയമില്ല. നമ്മളുടെ മക്കൾക്ക് നമ്മളോട് പറയാനുമില്ല, നമ്മളുടെ മക്കളെ നമുക്ക് കേൾക്കാനുമില്ല. അവരെല്ലാം അവരുടെ കൂട്ടുകാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? സുഖങ്ങൾ ഇന്ന് കൂടിപ്പോയി. ഇന്ന് ഓരോ മുറിയും ഓരോ മതിലുകളാക്കി അവരവരുടെ മുറിക്കുള്ളിൽ അവരവരുടെ ലോകം സൃഷ്ടിക്കാനാണ് പുതിയ തലമുറയ്ക്കിഷ്ടം. കാരണം എന്താണ്? നമുക്കൊന്നിച്ചിരുന്ന് പറയാനൊന്നുമില്ല. ചില കോംപ്രമൈസുകൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ പ്രിയമുള്ളവരെ? ചില കോംപ്രമൈസുകൾ. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടത്തെ ഞാൻ കോംപ്രമൈസ് ചെയ്യുക. പ്രായമുള്ളവരുടെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടത്തെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ, മക്കളുടെ ഇഷ്ടങ്ങൾക്ക് എൻ്റെ ഇഷ്ടങ്ങളെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് 3ാമത്തെ C, കമ്മിറ്റ്മെൻറ്റ്, അവിടെ പൂർണ്ണമാകുന്നത്. നമുക്ക് നമ്മുടെ കുടുംബത്തോടും നമ്മുടെ വിശ്വാസ ജീവിതത്തോടുമൊക്കെ ചില കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. ഈ കമ്മിറ്റ്മെൻറ്റുകളൊക്കെ പൂർണ്ണമാക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ അവകാശങ്ങളെ അലക്ഷ്യമാക്കാതെ നമ്മളുടെ കടമകളെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീരണം. ആകയാൽ പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കിലേക്ക് നോക്കുക. ഇനിയുള്ള ദിവസങ്ങൾ കുരിശിനോട് ചേർന്ന് യാത്ര ചെയ്യേണ്ട ദിവസമാണ്. ഓരോ ദിവസത്തിലും നമുക്ക് കാണാൻ സാധിക്കാം. ഈ പെസഹ നമുക്ക് വളരെ ഇഷ്ടമാണ് അല്ലേ? പള്ളി വന്നാൽ നല്ല രസമാണ്, കുറച്ച് ആരാധന, അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് അപ്പം മുറിച്ച് അപ്പം ഭക്ഷിക്കുന്നു. എന്നാൽ ഈ പെസഹായിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ പെസഹായിൽ ഇരിക്കുന്നതിന് മുൻപ് കർത്താവ് ശിഷ്യന്മാരോട് പലപ്പോഴായിട്ട് പറഞ്ഞു, മനുഷ്യപുത്രൻ പിടിക്കപ്പെടും, മനുഷ്യപുത്രൻ കൊല്ലപ്പെടും, അവരെന്നെ പിച്ചി ചീന്തും, അവരെന്നെ ക്രൂശിക്കും എന്നൊന്നും പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. പെസഹായിൽ കർത്താവ് പറഞ്ഞു, മർക്കോസിൻ്റെ വിരിച്ചൊരുക്കിയ മാളിക പെസഹായിക്കായിട്ട് ഒരുക്കണമെന്ന്. അങ്ങനെ വിരിച്ചൊരുക്കിയൊരു മാളികയായിട്ട് നമ്മളോടൊപ്പം പെസഹ ഭക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് ഇതാ എഴുന്നള്ളി വരുന്ന ദിവസങ്ങൾ അടുത്തു വന്നിരിക്കുകയാണ്. ആ കർത്താവിനെ കാണണം. കാരണം കർത്താവ് എത്ര വേദനയോടുകൂടിയായിരിക്കും അല്ലേ? നമ്മളോട് ഡോക്ടർ പറയാ അടുത്ത വെള്ളിയാഴ്ച മരിക്കും. ഉയ്യോ, പിന്നെ നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. കുറച്ചു നേരം നമ്മൾ കരയും, കുറച്ചു നേരം നമ്മൾ നെഞ്ചത്തടിക്കും, കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും, ബാങ്ക് ബാലൻസ് ഒക്കെ എഴുതി ഇന്നയാൾക്ക് കൊടുക്കും അല്ലേ? എന്നിട്ട് നമ്മൾ പലരോടും വേദന പറയും. അപ്പം നമ്മൾ കേൾക്കുന്നവർ പറയും, നീ ഒന്ന് ചുമ്മാതെ. നമ്മുടെ വേദന ആർക്ക് മാത്രമേ അറിയത്തുള്ളൂ? ഈ വേദന സഹിച്ചവന് മാത്രമേ അറിയുള്ളൂ. ഈ അപ്പം തൻ്റെ കയ്യിലെടുക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ നെഞ്ചിടിപ്പ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഓരോ പെസഹായിലും ആ നെഞ്ചിടിപ്പ് കേൾക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ കുരിശിൻ്റെ വഴിയിലേക്ക് ഞാൻ സഞ്ചരിക്കുന്നുള്ളൂ. കാരണം ഈ പെസഹ അവസാനത്തെ പെസഹയാണെന്ന് പറഞ്ഞ കർത്താവ് പറയുന്നത്. പത്രോസ് വാങ്ങി ഭക്ഷിച്ചു, എന്നിട്ട് വലിയ ഡയലോഗൊക്കെ പറഞ്ഞു. എന്ത്? ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നോടുകൂടെ കട്ടയ്ക്കുണ്ട് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം തന്നെ ഇടറിപ്പോയി. ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, ഒന്നും പ്രശ്നമില്ല, ഞങ്ങൾ കൂടെയുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ആ കൂട്ടത്തിലെ ഏറ്റവും ഇളയവനായ യോഹന്നാൻ പെസഹ ഭക്ഷിച്ചതിന് ശേഷം തമ്പുരാൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. തമ്പുരാൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നപ്പോൾ ആ നെഞ്ചിൻ്റെ ഇടിപ്പ് യോഹന്നാന് കേൾക്കാൻ സാധിച്ചു. ആ ഇടിപ്പായിരിക്കുമല്ലോ കുരിശിൻ്റെ ചുവട്ടിലും യോഹന്നാനെ എത്തിച്ചത്. പ്രിയമുള്ളവരെ, പെസഹായുടെ ദിവസത്തേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ മനുഷ്യപുത്രൻ തന്നെത്താൻ മുറിക്കപ്പെടുന്നത് പോലെ നമ്മളും നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവേ, ഇതാ ഞാൻ നിന്നോടുകൂടെ പെസഹ ഭക്ഷിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു, നീ എൻ്റെ അടുക്കലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളോടൊപ്പം പെസഹ ഭക്ഷിക്കുന്നവനോട് തിരുശരീര രക്തങ്ങളെ വാങ്ങി ഭക്ഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നെഞ്ചിടിപ്പ് കേൾക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ ആ വലിയ വെള്ളിയാഴ്ചയിൽ അവനേറ്റ അടിയെയും അതിവ്യഥയെയും ധ്യാനിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.
യോഹന്നാനെ പോലെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുമായിട്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ആ വലിയ വെള്ളിയാഴ്ച ചെല്ലുമ്പോൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറയുകയാണ്, പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള കഷ്ടങ്ങളെ സഹിച്ചവനെ ധ്യാനിക്കുവാൻ, നമ്മുടെ കുരിശുമായി ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ആ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ, ക്രിസ്തുവിൻ്റെ വേദനയോടെ നമ്മുടെ വേദനകളെയും ചേർത്ത് വയ്ക്കുവാൻ, ക്രിസ്തുവിൽ നമ്മുടെ സകല കഷ്ടങ്ങളെയും നമ്മുടെ ദുഃഖങ്ങളെയും നമ്മുടെ പാപങ്ങളെയും കബറടക്കുവാൻ, ഉത്ഥാന പെരുന്നാളിൽ സത്യമായും നമ്മുടെ ഭവനത്തിൽ നഷ്ടപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്നേഹം ഉയർത്തെഴുന്നേൽക്കുവാനും, ഈ വർഷത്തെ ഈ നോമ്പും അതിനോട് ചേർന്നുള്ള പെരുന്നാളുകളും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കിലേക്ക് നമുക്ക് നോക്കാം. ആയതിന് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റാം. 2, നമ്മുടെ ജീവിതത്തിലെ അവകാശങ്ങളെ അലക്ഷ്യമാക്കാതെ തലമുറകൾ മുൻപിൽ മാതൃകയായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.